ഇത്രയൊക്കെ ആയിട്ടും അവക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്ന് പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിലൊന്ന് ഇരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ലേ? എന്താ എൻ്റെ മക്കൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? എന്താ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത്? ഞാൻ പ്രാർത്ഥിച്ചല്ലേ, ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നല്ലേ അവരെ ഈ നിലയിലാക്കിയേ അല്ലേ? എൻ്റെ ഭർത്താവിന് എന്താ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്താ ഈ അവസ്ഥയെ കൂടെ കടന്നു പോകുന്നു? ഒന്ന് പ്രാർത്ഥിച്ചിരുന്നേ, ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്നേ, ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ലേ? പ്രിയാമ്മേ, പ്രാർത്ഥിക്കുന്ന നിൻ്റെ തലമുറയുടെ നിലവിളി ദൈവം കേൾക്കുവാൻ പോകുന്നു. സിസ്റ്റർ, പ്രാർത്ഥിക്കുന്ന നിൻ്റെ ഭർത്താവിൻ്റെ പുറത്താരും അറിയാതെയുള്ള നിലവിളി ദൈവം കേൾക്കുവാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിലവിളി ദൈവം കേൾക്കുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 15 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊന്ന് വായിക്കട്ടെ. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവളൊരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ഒരു മാതാവ് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞതാണ്, പാസ്റ്ററെ, എൻ്റെ മകൾക്ക് പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സിനായി പാസ്റ്റർ പ്രാർത്ഥിക്കണമേ. എൻ്റെ മകൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു മനസ്സ് കൊടുക്കുവാൻ പാസ്റ്റർ പ്രാർത്ഥിക്കണമേ. ഞാൻ ചോദിച്ചു, പ്രിയമ്മ, എന്താണ് പ്രശ്നം? അപ്പോൾ അമ്മ പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മകൾ വിദേശത്ത് കടന്നുപോയി. വലിയൊരു പ്രശ്നത്തിലൂടെ അവൾ കടന്നു പോകുന്നു. താൻ വിവാഹം കഴിഞ്ഞ് തൻ്റെ ഭർത്താവിനൊപ്പമാണ് കടന്നുപോയത്. അവിടെ പോയി ഒരു ജോലിയൊക്കെ കിട്ടി. പക്ഷേ ഇപ്പോൾ കുറച്ചായി അവരുടെ ഫാമിലി ലൈഫിൽ ചില പ്രശ്നങ്ങൾ. എൻ്റെ മോൾ എന്നോട് വിട്ട് പറയുന്നില്ല. അവളങ്ങനെ എല്ലാം തുറന്നു പറയുന്ന ടൈപ്പല്ല, അല്ലേ? അങ്ങനെയല്ലേ, മോളെല്ലാം ഒന്നും പറയത്തില്ല. അവളുടെ ഭാവവും അവളുടെ എന്താ പറയുക പെരുമാറ്റമൊക്കെ കണ്ട് നമ്മൾ ഊഹിച്ചെടുക്കണം പ്രശ്നത്തിലാണെന്ന്. എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു ഉള്ളിലൊരു തീയല്ലേ മാതാവേ. പറയത്തില്ല. അവളുടെ പ്രതികരണത്തിലൂടെ നീ തിരിച്ചറിയുവാൻ പോവുക, അവൾ ഏറ്റവും സന്തോഷവതിയായിരിക്കുന്നു. മാതാവേ, നിന്നോട് നിൻ്റെ മകൾ കെട്ടിക്കയറി ചെന്ന ഭവനത്തിനകത്ത്, നിൻ്റെ മകൾ ആ ജോലി സ്ഥലത്ത്, നിൻ്റെ മക്കളായിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും സന്തോഷവാന്മാരായി സന്തോഷവതികളായി ഇരിക്കുന്നു എന്ന് നീ അറിയുവാൻ പോവുക. ആമേൻ. അപ്പോൾ അവളവിടെ പ്രശ്നത്തിലാണ് പാസ്റ്ററെ. എന്ത് ഭയങ്കരമായ പ്രശ്നമുണ്ട്. അവൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് പാസ്റ്ററെ, ഇതൊന്നുമല്ല വിഷയം, ഇതിലും വലിയ പ്രശ്നത്തിലൂടെ കടന്നു വന്നതാണ് ഞാൻ. എൻ്റെ സാക്ഷ്യം പറയുന്നത് അവർ പറയുക 2 ദിവസം പറഞ്ഞാൽ തീരത്തില്ല. പലർക്കും അങ്ങനെ സാക്ഷ്യം 100 പറയാൻ, മണിക്കൂറുകൾ പറഞ്ഞാൽ തീരത്തില്ല. പക്ഷെ പരാതി നമ്മളെപ്പോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നില്ല, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, ഭാര്യ പ്രാർത്ഥിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇതിനൊക്കെ കർത്താവ് പരിഹാരം വരുത്തും കേട്ടോ. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മോള് പ്രാർത്ഥിക്കുന്നത് അവിടെ നിൽക്കട്ടെ, അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണം, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ അമ്മയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല പാസ്റ്ററെ, ആവശ്യക്കാർ തന്നെ പ്രാർത്ഥിക്കണമല്ലോ. ശരിയാണ്, ആവശ്യക്കാർ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെയാണോ? അല്ല. ഇവിടെ നോക്കിയേ, എന്നോട് പറഞ്ഞ സഹോദരിയോട് പറഞ്ഞ വേദഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഹാഗർ കരയുക, അവിടെ പ്രാർത്ഥനയാണ് കേട്ടോ. ഹാഗറിൻ്റെ പ്രാർത്ഥന, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹാഗർ പ്രാർത്ഥിക്കുക, ദൈവമേ,
എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാനുള്ളൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ അതിനു മുമ്പേ നീ എന്നെ എടുക്കണമേ. പല മാതാപിതാക്കളുടെയും കരച്ചിലിതാണ്, എൻ്റെ മക്കൾ അവരുടെ ജീവിതം ഇങ്ങനെ പോയാൽ അവർ നശിച്ചു പോകുന്നത് കാണുവാൻ ഇടവരരുത്, എൻ്റെ കുടുംബം നശിച്ചു പോകുന്നത്, എൻ്റെ ഭർത്താവ് നശിച്ചു പോകുന്നത്, എൻ്റെ അല്ലേ, അതിനുള്ള ഇടവരരുതേ എന്നുള്ള പ്രാർത്ഥനയും നിലവിളിയാണ്. ആ നിലവിളിക്ക് കർത്താവ് മറുപടി തരാൻ പോകുക കേട്ടോ. അപ്പോൾ അതാണ് പ്രാർത്ഥന. അപ്പോൾ ആരാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്? ഹാഗറാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞാൻ വായിച്ച് നിങ്ങൾ കേട്ടിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥിച്ചവൾ കരഞ്ഞ കരച്ചിൽ കണ്ടെന്നല്ല. ഹാഗർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ഞാൻ പറഞ്ഞു, മാതാവേ നീ പ്രാർത്ഥിയിര്, ഞങ്ങളുണ്ട്, ദൈവം ബാലൻ്റെ നിലവിളി കേൾക്കും. അപ്പോൾ ആ മാതാവ് അടുത്തൊരു കാര്യം പറഞ്ഞത്, പാസ്റ്ററെ ഇവിടെയാണ് പ്രശ്നം, ഞങ്ങൾ ഇന്ന സഭയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആദ്യം മോള് പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം, നിങ്ങളവിടെ അടങ്ങിയിരിക്കുന്ന. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? നിങ്ങൾ ഒറ്റയ്ക്കായതുകൊണ്ട് ദൈവം നിങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു, ഉപവസിക്കുവാൻ പോകുന്നു. അപ്പോൾ ആ സഹോദരിക്ക് അത്ഭുതമായി, പാസ്റ്ററെ നിങ്ങൾ ഇത്രയും ദൂരം ഇവിടെ വന്ന് ഉപവസിക്കുമോ? ഞങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. ആ മാതാവ് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവാസങ്ങൾ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. നമ്മളിവിടെ പ്രാർത്ഥിച്ചു. ആ മകളുടെ നിലവിളി ദൈവം അവിടെ ഗൾഫിൽ കേട്ടു. തൻ്റെ ഭർത്താവിനെ തൊട്ടു. ഇന്ന് മാതാവിനൊപ്പം ചേർന്ന് ആ മകളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആമേൻ. നിൻ്റെ ഭർത്താവ് ഈ ദിവസങ്ങളിൽ നിനക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഇപ്പം നീ പ്രാർത്ഥിച്ചാൽ മതി. അവന് ബോധമില്ലെന്നേ. ബോധമില്ലാത്തവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്? യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയോ സഹോദരി? നീ ഒറ്റയ്ക്കല്ല, പ്രഷർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. നിൻ്റെ ഭർത്താവ് ആ സുബോധം നഷ്ടപ്പെട്ട് ലഹരിക്ക് അടിമയായി പലരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് തിരികെ വരും. നിൻ്റെ കണ്ണുനീരിന് എൻ്റെ ദൈവം പരിഹാരം വരുത്തും. അവൻ അവിടെ ഇനിയും ബാധിക്കപ്പെട്ട് തലകുനിച്ചായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ എൻ്റെ കർത്താവ് നിൻ്റെ ഭർത്താവിൻ്റെ ചങ്ക് കത്തിയുള്ള നിലവിളിക്ക് മറുപടി നൽകും. ഒരു ഉറവ തുറക്കും. ആ രാജ്യത്ത്, ആ തൊഴിൽ മേഖലയിൽ, ആ ബിസിനസ് മേഖലയിൽ പുതിയൊരു ഉറവ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കുവാനുള്ള ധൈര്യമുണ്ട്? അപ്പം ഞാൻ പറയട്ടെ, ചുമ്മാ കേട്ട് ഈ ദൂത് ആരും ഏറ്റെടുക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ഈ ദൂത് ഏറ്റെടുക്കും, ഉപവസിക്കുന്നവൻ ഈ ദൂത് ഏറ്റെടുക്കും, വിടുതലും കാണും. ആമേൻ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം ഉറവ തുറക്കുവാൻ പോവുകയാണ്. അവരുടെ ലൈഫ് മാറുന്ന സ്തോത്രം. നീ മക്കളെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്ന, നിൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണമുണ്ടാകുന്ന സ്തോത്രം, ഉറവ. യെസ്, അത് തന്നെ. ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. നിങ്ങളുടെ മക്കളുടെ ലൈഫ് മാറുവാൻ മതഭേദമല്ലേ ആ ഒരു വഴി തുറന്നിരുന്നെങ്കിൽ അവൻ അവിടെ രക്ഷപ്പെട്ട് ആ കൂട്ടുകെട്ടിൽ നിന്നെല്ലാം മാറിയല്ലോ. നമുക്ക് പല പല കണക്ക് കൂട്ടലുകളാണ് കേട്ടോ. ഒരു ഉറവ അവിടെ തുറക്കപ്പെടുക. അവൻ അവിടെ നശിച്ചു പോകാതിരിക്കുവാൻ, അവൻ എത്തപ്പെട്ട സ്ഥാനത്ത്, അവൾ എത്തപ്പെട്ട സ്ഥാനത്ത് അവൾ ഇനിയും മറ്റുള്ളവർക്ക് ബാധ്യതയായി തീരാതിരിക്കുവാൻ എൻ്റെ ദൈവം ഉറവ ഒന്ന് അവന് വേണ്ടി, അവൾക്ക് വേണ്ടി തുറക്കുക. താങ്കിലോടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ വീട് ജപ്തിയായി പോകാതിരിക്കുവാൻ, നീ ഇനിയും വാടക വീട് തെണ്ടി നടക്കാതിരിക്കുവാൻ എൻ്റെ ദൈവം ഉറവ തുറന്നു തരിക. ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ നിലവിളി, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് അവർ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം ചെയ്യുക. സ്തോത്രം. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ചിലരുടെ പരാതി, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവരുടെ കണ്ണുനീർ എൻ്റെ ദൈവം തുടയ്ക്കുവാൻ പോകുക. ആ വീട്ടിനകത്ത് നിൻ്റെ മകളുടെ കണ്ണുനീർ എൻ്റെ ദൈവം, മാതാവേ, നിൻ്റെ പ്രാർത്ഥന കേട്ട് തുടയ്ക്കുവാൻ പോകുക. നിൻ്റെ കൊച്ചുമക്കളെ എൻ്റെ ദൈവം സന്ദർശിക്കുവാൻ പോകുക. ആ രോഗക്കിടക്കയിൽ നിന്ന് അവരെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ശുശ്രൂഷക അവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി
നിൻ്റെ വേല അവിടെ വർദ്ധിച്ചു വരുവാൻ, നീ അവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിൻ്റെ സഭയ്ക്കകത്ത് വലിയ മറുപടികൾ നൽകുവാൻ പോവുകയാണ്. ചിലരുടെ കരച്ചിൽ ദൈവം കേൾക്കുവാൻ പോവുകയാണ്. ഒരുപാട് ദൂരെയാണ്, അവിടെ നിൻ്റെ കരച്ചിൽ ദൈവം കേൾക്കും, മറുപടി നൽകും. അവിധത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല, പലരുടെയും പ്രശ്നം അതാണ്. പിന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ശുഭയാത്ര യേശുവിടെ യേശുവെങ്കിലേക്ക് നമ്മുടെ പ്രതിദിന വചന സന്ദേശം കേൾക്കുന്നവർക്ക് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എപ്പിസോഡിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായല്ലോ. നമ്മളെപ്പോലെ നമ്മളെ മക്കളാകുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിൽ അവർ ആയിരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. നമ്മുടെ മക്കളുടെ പ്രായം ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ഒരു നിമിഷം ചിന്തിക്കുക. നമ്മളവിടെ നിന്ന് കർത്താവ് എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുവന്നത്? ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് കൊണ്ടുവന്നത്. അതേ അനുഭവങ്ങളിലൂടെയൊക്കെ മക്കളും ദൈവത്തെ അറിയൂ, പ്രിയപ്പെട്ടവർ ദൈവത്തെ അറിയൂ. കാരണം ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലെ തന്നെയാണ് ദൈവത്തിന് നിങ്ങളുടെ മക്കളും. അപ്പോൾ ദൈവം സന്ദർശിക്കും, ആമേൻ, അവരെ മാറ്റും. അപ്പോൾ അതിനായിട്ട് എങ്ങനെ നമുക്കെന്ത് ചെയ്യാം? അതാണ് പ്രാർത്ഥന, ഉപവാസം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിച്ച് ഉപവസിച്ച് മക്കളെ ആ ദൈവസാന്നിധ്യത്തിൽ നിർത്തുവാനും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തികളെ കണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളും രാവിലെയും വൈകുന്നേരവും ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാം രാവിലെയും വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥന വചന ശുശ്രൂഷയുമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാൻ കഴിയും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന, വിശുദ്ധ സഭാരാധന, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വളരെ അനുഗ്രഹീതമായൊരു കൂട്ടായ്മയുടെ അനുഭവം, ഒരു ആരാധനയുടെ അനുഭവം കർത്താവ് നിങ്ങൾക്ക് ഒരുക്കിത്തരും. ദൈവിക വിടുതലുകളിലേക്ക് നിങ്ങൾക്ക് നടന്നു കയറാം. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നു. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നില്ല, ഒപ്പം നിൽക്കുന്നില്ല, അവരുടെ കഷ്ടതകളിൽ നിന്ന് പ്രാർത്ഥന കുറവുകൊണ്ട് പുറത്തു വരുവാൻ കഴിയുന്നില്ല എന്ന് നിരാശപ്പെട്ടായിരിക്കുന്നവർ യേശുവേ, ഇവരുടെ പ്രാർത്ഥന, ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് മകൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ അപ്പൻ്റെ പ്രാർത്ഥന കേട്ട് മക്കൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ യേശുവേ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇവരുടെ പ്രാർത്ഥനകൾ ചെറുതല്ലാത്ത സാക്ഷ്യങ്ങളെ ഒരുക്കട്ടെ. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. തൊഴിലിടങ്ങളിലെ പ്രതിസന്ധികൾ മാറട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്നു മാറി സ്വസ്ഥതയും സമാധാനവുമില്ലാതെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ബാങ്ക് നടപടികളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. വായ്പ വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരായി ഇവർ മാറട്ടെ യേശുവേ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണം. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ. വിസകൾ വരട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വലുതും ചെറുതുമായ എല്ലാ വിഷയങ്ങളുടെ പേരിൽ സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചായിരിക്കുന്നവർ സ്വർഗ്ഗം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ആ ദൈവിക വിടുതൽ കണ്ടെത്തി സന്തോഷിക്കാം. നാളെ ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.